Xylem Banking. അപ്പോൾ നമ്മുടെ കുറേ കാലമായി നമ്മൾ കാത്തിരുന്ന നമ്മുടെ SBI ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ 13,735ഓളം വേക്കൻസിയോടെ നമ്മുടെ ഒരു സ്വപ്ന വേക്കൻസി ആയിരുന്നു അല്ലേ? നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതായിരുന്നു ഇത്രയും വേക്കൻസി. അപ്പോൾ 13,735ഓളം വേക്കൻസിയോടെയാണ് നമ്മുടെ SBI ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതെ, നമ്മൾ സെപ്റ്റംബർ തൊട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലേ മിസ്? അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും നമ്മള് കേരളത്തിന് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബൾക്ക് വേക്കൻസി ആണ് അല്ലെ? 426 വേക്കൻസി. നമുക്ക് ഈ കൊല്ലം വേറെ ഒരു സ്റ്റേറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പോലും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും തിരക്കിട്ട അടിപൊളി പ്രിപ്പറേഷനിലായിരിക്കും എന്ന് നമുക്ക് കരുതാം അല്ലേ മിസ്സേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോന്റെ അടിയിലായാലും നമ്മുടെ ടെലിഗ്രാം ഹാൻഡിൽസിലായാലും ഒക്കെ നിറയെ ഡൗട്ട് SBI ക്ലർക്ക് നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കംപ്ലീറ്റ് ഡൗട്ടും ക്ലാരിഫൈ ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യണം, അതായത് നമ്മൾ എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കണം എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെയും ഒരുപാട് കമന്റ്സ്, അതേപോലെ തന്നെ ടെലഗ്രാമിലും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? യെസ്. നമ്മുടെ ഈ ഒരു SBI ക്ലർക്ക് 2024-25 ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്? അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്ക് ഏജ് ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? അപ്പൊ മിസ് ആർക്കൊക്കെയാണ് അയക്കാൻ പറ്റുക? നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ ആർക്കൊക്കെയാണ് പറ്റുകയെന്ന് വെച്ചാൽ 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള ആസ്പിറൻസിനാണ് നമ്മുടെ SBI ക്ലർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/4/1996 1/4/2004 ഇടയിലായിരിക്കണം. അതായത് ഇതിന്റെ ഇടയിലായിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത്. ഈ രണ്ട് ഡേറ്റും എന്ന് പറയുന്നത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും, എനിക്ക് 2 ദിവസം വ്യത്യാസമേ ഉള്ളൂ, 1 ദിവസം വ്യത്യാസമുള്ളൂ അല്ലേ മിസ്? എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബിഗ് നോ ആണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടില്ല. ഈ 2 ഡേറ്റ് ഓഫ് ബർത്തും ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ ഇടയിലുള്ള ഡേറ്റിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഏജ് ഫുൾഫിൽ ചെയ്യുന്നത് 20 വയസ്സും 28 വയസ്സും ഫുൾഫിൽ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 1/4/2024 ആ ഡേറ്റ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ഈ 2 ഏജും ആയിരിക്കേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈം ഫ്രെയിമിലാണ്. സോറി, ആ ഡേറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിപ്പോ മിസ് ജനറൽ കാറ്റഗറി അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷമായിരിക്കും. SC/ST ആണെങ്കിൽ 5 വർഷത്തെ ആയിരിക്കും ഏജ് റിലാക്സേഷൻ വരിക. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ നമ്മുടെ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് 20 to 28. യെസ്. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും കൺസേൺ ഉള്ള ഒരു കാര്യമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പൊ അത് എങ്ങനെയാണ് മിസ്? ഇപ്പൊ ഒരുപാട് കമന്റ്സ് നമ്മളുടെ വീഡിയോസിന് താഴെ വരുന്നുണ്ട്. ഞാൻ ഫൈനൽ ഇയർ പഠിക്കുകയാണ്, എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും ഉള്ളതല്ലേ ഒരു കൺസേൺ ആണ്. അപ്പൊ നമുക്ക് ഏത് ഡിഗ്രി ആണെങ്കിലും എന്ത് ചെയ്യാം? ഈ ഒരു എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോ BA ആണെങ്കിലും BSc ആണെങ്കിലും BDS ആണെങ്കിലും MBBS ആണെങ്കിലും അല്ലെങ്കിൽ BTech ആണെങ്കിലും ഏത് ഡിഗ്രിയും പാസ്സായിരിക്കണം. അപ്പൊ ഇവര് ചോദിക്കും, ഫൈനൽ ഇയർ പഠിക്കുന്ന ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പൊ നമ്മുടെ റിസൾട്ടിന്റെ ഡേറ്റ് പറയുന്നത് 31/12/2024 ആണ്. അതായത് 31/12/2024 നമ്മളുടെ റിസൾട്ട് വന്നിരിക്കണം. ഒരാൾ ചോദിച്ചതാണ് നമ്മളുടെ കമന്റ്സ് ആയിട്ട്, ഞാൻ ഫൈനൽ ഇയർ പഠിക്കുകയാണ്, അപ്പം എനിക്കൊന്ന് എഴുതി നോക്കണമെന്നുണ്ട്. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് പാസ്ഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അപ്പിയറിംഗ് എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് December 31 നിങ്ങളുടെ റിസൾട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ഒക്കെ കിട്ടി ജോലിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മാർച്ചിലെ നിങ്ങളുടെ റിസൾട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറെ നിങ്ങളുടെ റിസൾട്ട് വരത്തുള്ളെങ്കിലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? എഴുതെടുക്കാം. കാരണം കുറെ പേർക്കും ഇതൊരു ഇനി അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണുന്നത് ചിലപ്പോൾ ബാങ്ക് കോച്ചിങ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ കോച്ചിങ്ങിന് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് എഴുതി നോക്കണം, എന്താണ് എക്സാം എന്ന് എഴുതി നോക്കാനായിട്ട് നിങ്ങൾക്ക് അപ്പിയറിംഗിന് കൊടുത്ത് എഴുതി നോക്കാവുന്നതാണ്. അപ്പൊ ഒരു ട്രയലും ആയിരിക്കുമല്ലോ. അതെ, അവർക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അതെ. പിന്നെ മിസ്സേ അതേപോലെ തന്നെ ഒരു കാര്യം, നമുക്കിപ്പോ ഈ ഒരു ഏജ് റിലാക്സേഷന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഈ ഒരു ഏജ് റിലാക്സേഷൻ കിട്ടണമെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അതിപ്പോ അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കണം. ഇപ്പൊ നിങ്ങൾ OBC ആണെങ്കിൽ ഞാൻ പറഞ്ഞു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? OBC ആണെങ്കിൽ പോലും നിങ്ങൾക്ക് OBC എന്ന് പറയുന്നൊരു കാറ്റഗറി, ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ നോൺ ക്രിമി ലെയർ ആയിരിക്കണം. നമുക്കറിയാലോ OBCയിൽ ക്രിമി ലെയറും ഉണ്ട്, നോൺ ക്രിമി ലെയറും ഉണ്ട്. വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ OBC എന്ന് പറയുമ്പോൾ അതർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അപ്പൊ എല്ലാ കാസ്റ്റും അതിൽ ഉൾപ്പെടണം എന്നില്ല. കാസ്റ്റ് ഉൾപ്പെട്ടാൽ പോലും അവരുടെ ഇൻകം ബാരിയർ ബേസ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ ക്രിമി ലെയർ ആണോ നോൺ ക്രിമി ലെയറിലാണോ ഉൾപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? OBCയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കുക. അതേപോലെ മിസ്സേ നമ്മൾ എവിടെ നിന്ന് ഈ സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ് വാങ്ങാം? അതായത് നമ്മൾ ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു തഹസിൽദാർ അടുത്താണ് നമ്മൾ തഹസിൽദാർ സൈൻ ചെയ്തിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ. അപ്പൊ താലൂക്ക് ഓഫീസിൽ നിന്നായിരിക്കും നമുക്ക് ഇത് വാങ്ങിക്കേണ്ടത്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടാം, അതേപോലെ തന്നെ താലൂക്ക് ഓഫീസ് തഹസിൽദാരുടെ നിന്ന് നമുക്ക് കിട്ടാം. അപ്പൊ നമുക്ക് വേണ്ടത് ഏതാണ്? തഹസിൽദാർ സൈൻ ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മൾ വാങ്ങിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ആ കാറ്റഗറിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കിയിട്ടുണ്ടാവണം. അത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. കാരണം പ്രിലിംസും മെയിൻസും കഴിഞ്ഞിട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള കാറ്റഗറിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ സെക്കൻഡിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആയി പോകും. സോ അതൊക്കെ പ്രോപ്പർ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി വെക്കുക. അവര് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പിന്നീട് സമ്മതിക്കില്ല. യെസ്. അപ്പോൾ മിസ്, ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ആസ്പിറൻസിന് കോമൺലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്ലൈ ചെയ്യുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വേണോ? ഒരുപാട് ആസ്പിറൻസ് നമ്മുടെ കമന്റ്സിന് താഴെ ചോദിക്കുന്നുണ്ട്. എത്ര എക്സാം എഴുതിയാലും ഇവർക്ക് ഇത് മാറില്ല. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ അവർ ചോദിക്കുന്നുണ്ട്, എത്ര ഡേറ്റ് വരെയാണ് ഇതിന്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ എത്ര നാള് അല്ലെങ്കിൽ ഏത് ഡേറ്റ് വരെയുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്? അതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള OBC സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒന്നിന്റെയും ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് 1/4/2024 മുതൽ നിങ്ങളുടെ DV എപ്പോഴാണോ, അതായത് നമുക്കറിയാം നമ്മുടെ ഫൈനൽ പ്രോസസ് ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ 1/4/2024 മുതൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരെ ഉള്ള ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് ഹാജരാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പഴയ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ 1 കൊല്ലം മുന്നിലത്തെ അല്ലെങ്കിൽ 2 കൊല്ലം മുന്നിലത്തെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഇതാണ് മേജർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. നമ്മൾ ഇത് എങ്ങനെയാ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. ഇല്ല, മിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആലോചിക്കാനുള്ളതാണ് EWS സർട്ടിഫിക്കറ്റ്. അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അപ്പൊ നമ്മൾ ജനറൽ കാറ്റഗറിയിൽ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ EWS കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അത് തന്നെ മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കട്ട് ഓഫ് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തേക്ക് കൊടുക്കണം. അപ്പൊ അതും നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2024-25 വാലിഡിറ്റി ഉള്ളതായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈം എത്രയാണോ അതുവരെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ PWD കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ മിസ്സേ, അവരാണെങ്കിൽ അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടായിരിക്കണം. അതായത് ഓണർ ബിഫോർ രജിസ്ട്രേഷൻ, അപ്ലിക്കേഷൻ രജിസ്ട്രേഷന് മുന്നേ എടുത്തിട്ടുള്ള നമ്മുടെ PWD സർട്ടിഫിക്കറ്റ് ആണ് അവർ അപ്ലോഡ് ചെയ്യേണ്ടത്. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞല്ലേ, അപ്പൊ ജനറലി ആസ്പിറൻസ് തോന്നും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതെന്താ അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോസസ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ ഈ ഒരു SBI ക്ലർക്കിന്റെ കംപ്ലീറ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം വളരെ വേഗത്തിൽ നടക്കും. ഈ ഒരു ബാങ്ക് എക്സാമിലേക്ക് മെജോറിറ്റി ആസ്പിറൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സാം എന്ന് പറയാൻ പ്രിലിംസ് എക്സാം ഉണ്ടാകും. അത് നമുക്കൊരു ഫെബ്രുവരിയിൽ എക്സ്പെക്ട് ചെയ്യാം അല്ലെ. നമുക്കൊരു ഫെബ്രുവരിയിലെ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് എക്സ്പെക്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി ലാസ്റ്റ് തുടങ്ങി മാർച്ച് ഫസ്റ്റ് ആകുമ്പോഴത്തേക്ക് തീരുന്ന പോലെ അതിന്റെ രീതിയിലായിരിക്കും ഇപ്പൊ നമ്മുടെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മെയിൻസ് എക്സാം ഉണ്ടാകും. അപ്പോൾ മെയിൻസ് എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏപ്രിൽ ഒരു സെക്കൻഡ് വീക്ക് ആണ്. ഒരു ഏപ്രിൽ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കിന് നമുക്ക് മെയിൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ 2 കടമ്പ മാത്രമേ ഉള്ളൂ. അപ്പൊ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇന്റർവ്യൂ ഇല്ലേ? ശരിക്കും പറഞ്ഞ ഇന്റർവ്യൂ ഇല്ല. ഇന്റർവ്യൂ നമുക്ക് PO എക്സാമുകൾക്ക് മാത്രമാണ് ബാങ്കിലെ ഇന്റർവ്യൂ. ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ നമുക്ക് POയ്ക്കാണ്. ഇത് ക്ലർക്ക് എക്സാം ആണ്. സ്റ്റേറ്റ് ബാങ്കിലേക്കുള്ള ജൂനിയർ അസോസിയേറ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. SBI ക്ലർക്കും ജൂനിയർ അസോസിയേറ്റ് എന്ന് പറയുന്നത് രണ്ടും സെയിം പോസ്റ്റ് തന്നെയാണ്. ഇതിനുശേഷം നമുക്കൊരു LPT ഉണ്ട് അല്ലെ മിസ്? LPT എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ പഠിച്ച, പൊതുവെ എല്ലാവർക്കും തോന്നും ഞാൻ കേരളത്തിലാണ് പഠിച്ചത്, കേരളത്തിലാണ് പഠിച്ചു വളർന്നത്, ഞാൻ മലയാളിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേരളത്തിലാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കും ഉണ്ടായിരിക്കുമോ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും. അപ്പൊ അതെന്താണ് മിസ്സേ? അതായത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് ക്ലർക്ക് എക്സാം എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് ആണ് വേക്കൻസി വരിക. ഇപ്പൊ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു കേരളത്തില് 426 വേക്കൻസി, അതേപോലെ തമിഴ്നാട്, കർണാടക സെപ്പറേറ്റ് സ്റ്റേറ്റ് വേക്കൻസി ആണ് നമുക്ക് ക്ലർക്കിന് വിളിക്കുക. അപ്പൊ നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അത് എവിടെ വേണേലും നമുക്ക് അപ്ലൈ ചെയ്യാം.
പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ ലാംഗ്വേജ് എന്താന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ക്ലർക്കാണ്, ആൾക്കാരുമായി നല്ലോണം ഇന്ററാക്ട് ചെയ്യേണ്ടതാണ്, ചെയ്യാൻ പറ്റണം അല്ലെ. ഇപ്പൊ നമ്മൾ ബാങ്കിൽ ചെന്നിട്ട്, ഇപ്പൊ ഞാൻ മിസ്സിന്റെ അടുക്കലോട്ട് ബാങ്കിൽ വന്നിട്ട് മിസ് എനിക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അപ്പൊ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് മലയാളത്തിൽ പറയുമ്പോൾ മിസ്സിന് അത് അറിയത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. നമ്മൾ അവിടുത്തെ സാധാരണ ആൾക്കാരുമായിട്ടാണ് ഇടപഴകേണ്ടത്. അപ്പം ഉറപ്പായിട്ടും നമ്മൾ അവിടുത്തെ ഭാഷ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ഏത് സ്റ്റേറ്റിലെ ആണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ഈ ഒരു മെയിൻസിന് ശേഷം ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ മിസ് പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിലാണ് പഠിച്ചു വളർന്നതെങ്കിൽ നമ്മുടെ +1 +2 നമ്മൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ്, അതായത് ഇപ്പൊ കേരളത്തിലെ കേസ് ആണെങ്കിൽ മലയാളമാണെങ്കിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ അത് കാണിക്കാൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കത്തില്ല, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. മിസ് പറഞ്ഞ പോലെ +2 ഇപ്പൊ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, CBSE പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ മലയാളം കേരളത്തിലാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ മലയാളം ഇല്ലെങ്കിൽ നിങ്ങൾ LPT അറ്റൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങൾ ഈവൻ മലയാളിയാണ്, നിങ്ങൾക്ക് നന്നായി മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയുമെങ്കിലും നിങ്ങൾക്ക് LPT ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പൊ മലയാളം വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം. പക്ഷെ ശരിക്കും നോട്ടിഫിക്കേഷനിൽ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ സ്റ്റേറ്റ് അപ്ലൈ ചെയ്യാൻ ചിന്തിക്കുന്നവര് ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. പിന്നെ ഇക്കൊല്ലം അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും വേക്കൻസി 426 വേക്കൻസി എന്ന് പറയുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷം വലിയൊരു വേക്കൻസിയാണ്. കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഇരട്ടി വേക്കൻസി ആണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പം അതിന്റെ ആവശ്യം നമുക്ക് വരില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെ. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടി. കാരണം ബാക്കി കടമ്പകളൊന്നുമില്ല. നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയാലും ഇന്റർവ്യൂ ആയാലും പൊതുവെ ആസ്പിറൻസിന് ഒരു ഇൻട്രോവേർട്സിനൊക്കെ പേടിയുള്ള പരിപാടിയാണ് ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും ഒക്കെ. അപ്പൊ അതൊന്നും ഇല്ലാതെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടെ കഴിഞ്ഞാൽ ജോലി കിട്ടി. അതെ, അപ്പൊ മിസ് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്താണ് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും, കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ്, അതായത് OBC നോൺ ക്രിമിനൽ ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, അതേപോലെ PWD ആയിക്കോട്ടെ, ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ അത് ആ സമയത്ത് വേണം ഹാജരാക്കാൻ. അയക്കുന്ന സമയത്ത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് ആ ഡേറ്റിലുള്ളതായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ ക്ലർക്ക് എക്സാമിന്, SBI ക്ലർക്ക് എക്സാമിന് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല അല്ലേ? ഈ കൊല്ലം ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഇല്ല. അപ്പൊ എന്താണെന്ന് ഇവർക്കൊരു ഡൗട്ട് ഉണ്ടാകും. അതായത് നമ്മളിപ്പോ കേരളത്തിലാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ കേരളത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫറിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ തമിഴ്നാട് അപ്ലൈ ചെയ്തു, നമുക്ക് തമിഴ്നാട്ടിൽ ജോലി കിട്ടി. അപ്പൊ നമ്മൾ അവിടെ ജൂനിയർ അസോസിയേറ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ക്ലർക്കായിട്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടുമോ? കിട്ടത്തില്ല. നമുക്കിനി ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഇല്ല. അപ്പൊ അതേപോലെ തന്നെ ഒരു കമന്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു, അതിനുശേഷം നമ്മൾ PO ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ കിട്ടുമോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2-3 കൊല്ലം അവിടെ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫീസർ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ മേ ബി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ കിട്ടാം. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ക്ലർക്കായിട്ട് തന്നെ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ വേക്കൻസി, അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഇവർ ഇന്റർ സ്റ്റേറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, LPT ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതല്ലേ. നമുക്ക് സ്വന്തം സർക്കിളിൽ നമുക്ക് അറിയാവുന്ന ഭാഷ അറിയാതിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണ് വേറൊരു സ്റ്റേറ്റ്, നിങ്ങൾക്ക് അവിടുത്തെ ഭാഷ അറിയാം. LPTയിലൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് അറിയാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പൊതുവെ പല എക്സാമുകൾക്കും ഈ LPT ലാംഗ്വേജ് പ്രൊഫഷൻസി ഇല്ലാതെ അപ്ലൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇപ്രാവശ്യം നമുക്ക് ആ വേക്കൻസി കൂടുതൽ, സോ നമ്മുടെ കേരളമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ പിന്നെ നോ ഇഷ്യൂ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഇല്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് അപ്ലൈ ചെയ്തവരുണ്ടാവുമല്ലോ മിസ് എന്നായാലും. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഇന്റർ സ്റ്റേറ്റ് അപ്ലൈ ചെയ്തു, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ഞാൻ തമിഴ്നാട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പോയി പരീക്ഷ എഴുതണോ? വേണ്ട. അത് നമ്മുടെ SBIയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾ ഏത് സ്റ്റേറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എക്സാം സെന്റർ ഇഷ്ടമുള്ളിടത്ത് വെക്കാം. അപ്പൊ ഞാൻ തമിഴ്നാടാണ് അപ്ലൈ ചെയ്തത്, പക്ഷെ ഞാനിപ്പോ കേരളത്തിലാണ്, എനിക്ക് എന്ത് ചെയ്യാം, എക്സാം കേരളത്തിൽ എഴുതാം. അതേപോലെ ഇപ്പൊ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളീസ് ഉണ്ടാവും അല്ലെ, അവർക്ക് കേരളത്തിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലും എന്ത് ചെയ്യാം, എക്സാം സെന്റർ വെക്കാം. അതിന് യാതൊരു പ്രശ്നമില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ SBIയുടെ ഒരു പ്രത്യേകതയാണ്. അതെ, എല്ലാവർക്കും ഇപ്പൊ മിസ് പറഞ്ഞ പോലെ വലിയൊരു ഭാഗ്യമാണ് അത്. തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ എക്സാം സെന്റർ വെച്ചുകൊണ്ട് എഴുതാം. കേരളം ആയിരിക്കും അവർക്ക് ജോലി കിട്ടുന്നത്. ജോലിക്ക് വേണ്ടിയിട്ട് എഴുതാം. അവർക്ക് ലീവും പോകത്തില്ല, അവിടെ തന്നെ എക്സാം എഴുതുകയും ചെയ്യാം. അപ്പൊ മിസ്സേ, എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് സിബിൽ സ്കോറിനെ പറ്റിയിട്ട്. അപ്പൊ നമുക്ക് ജോലി കിട്ടാൻ എന്തെങ്കിലും ഒരു ബന്ധം സിബിൽ സ്കോറുമായിട്ടുണ്ടോ? ശരിക്കും ബാങ്കിലായിട്ടുള്ള ജോലി ആയതുകൊണ്ടാണ് ഈ സിബിൽ സ്കോറിന്റെ കാര്യത്തിൽ ഇത്രയും കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നമ്മളൊരു പ്രോപ്പർ ഒരു ഹെൽത്തി സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
പക്ഷേ നിങ്ങൾ ഇപ്പോഴേ ഇപ്പൊ നിങ്ങൾക്ക് വല്ല ലോൺ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ സിബിൽ സ്കോർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലോൺ ഹിസ്റ്ററി ഒരു ക്ലീൻ ലോൺ ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഹ്യൂജ് ബില്ല് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ട് അടയ്ക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സിബിൽ സ്കോർ തീരുമാനിക്കുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ആസ്പിറന്റ് ആണ്, നിങ്ങൾ എക്സാം എഴുതാൻ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്ലീൻ ഹിസ്റ്ററി സിബിൽ സ്കോർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇത് ഇപ്പോഴേ നിങ്ങൾ വലിയൊരു കാര്യമല്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ജോയിനിങ്ങിന് മുന്നേ തന്നെ ഒരു നല്ലൊരു സിബിൽ സ്കോർ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ EMI ഒക്കെ അടയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ ഒരു 6 months ടൈം നമുക്ക് ഉണ്ടാകുമല്ലോ. ഇപ്പൊ നമ്മുടെ പ്രിലിംസ് ഫെബ്രുവരിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് തൊട്ടിപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആകും എന്തായാലും നമ്മുടെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ. സോ ആ ഒരു ടൈം കൊണ്ട് ചെയ്താൽ മതിയാകും. അത്രയും ചെയ്താൽ മതിയാവും. ലോൺ ഹിസ്റ്ററി എന്ത് ചെയ്യുക, നിങ്ങളുടെ ലോൺ ഹിസ്റ്ററി ആൻഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി ക്ലീൻ ആക്കി വെക്കുക. അത്യാവശ്യം നല്ലൊരു സിബിൽ സ്കോർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. ആ കാര്യം വലിയൊരു ബുദ്ധിമുട്ടില്ല. ഇനി ആസ്പിറൻസിനുള്ള ഒരു ഇതാണ്, നമ്മളിപ്പോ കൂടുതലും ഡിജിറ്റൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതില് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണെന്ന് എവിടെയും പറയുന്നില്ല അല്ലെ? നമ്മുടെ നേരത്തെ IBPS നോട്ടിഫിക്കേഷൻ വന്നപ്പം കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ 10-ലോ +2-ലോ ഡിഗ്രിയിലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചാൽ മതിയായിരുന്നു. അല്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. പക്ഷെ SBA അത് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫുള്ളി കമ്പ്യൂട്ടറിലാണ്. നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടായിരിക്കാം, പക്ഷെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് വേണം എന്നൊരു കാര്യം നമ്മളോട് പറയുന്നില്ല. പിന്നെ മിസ് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ആസ്പിറന്റിന് വേണമെങ്കിൽ നിങ്ങൾ ഡിഗ്രി 5 years ആണെങ്കിൽ ചുമ്മാ എഴുതി നോക്കിക്കോളൂ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ആവുമ്പോൾ ഈ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നമ്മൾ ഇതിൽ നോക്കുന്നുണ്ടോ? അതും ഒരു കമന്റ് ആയിട്ട് ആസ്പിറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൗണ്ട് ചെയ്യോ? ശരിക്കും പറഞ്ഞാൽ അത് SBI POയ്ക്കാണ്. നമുക്ക് SBI ക്ലർക്കിന് നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഒരു പ്രശ്നമേ അല്ല. SBI POയ്ക്കാണെങ്കിൽ പോലും അത് മെയിൻസിന്റെ അറ്റംപ്റ്റ് ആണ് കൗണ്ട് ചെയ്യുന്നത്. 4 അറ്റംപ്റ്റ് ഒക്കെ നമ്മൾ പറയുന്നത്. ക്ലർക്കിന് നമുക്ക് അറ്റംപ്റ്റ് ഒരു പ്രശ്നമേ അല്ല. അപ്പൊ 5 yearsന് ധൈര്യമായിട്ട് എഴുതാം, ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഏത് ഡിഗ്രി ഉള്ളവർക്ക് നേരത്തെ അപ്ലൈ ചെയ്യാൻ അഞ്ജൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. BTechോ MBBSോ സാധാ ഡിഗ്രി കോഴ്സുകളോ എന്താണെങ്കിലും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെ ആകുമ്പോൾ കുറെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, അവരും ഡിഗ്രി തന്നെയാണ് ചെയ്യുന്നത്, അവർക്കും അപ്ലൈ ചെയ്യാം. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഡിസ്റ്റന്റ് ആണെങ്കിലും യാതൊരു പ്രശ്നമില്ല. അപ്പൊ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു മിസ് ഓൾമോസ്റ്റ് കാര്യങ്ങൾ കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എക്സാമിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രിലിംസ്, മെയിൻസ്, പിന്നെ LPT ഇതാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇതിൽ പ്രിലിംസിൽ നമുക്ക് 3 സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. മെയിൻസ് വരുമ്പോഴാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പൊ പ്രിലിംസിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ക്വാണ്ട്, റീസണിംഗ്, ഇംഗ്ലീഷ് സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. 1 hour ആണ് നമ്മുടെ എക്സാം വരുന്നത്. എക്സാം ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. അതിൽ ക്വാണ്ട് ആണെങ്കിൽ 35 questions, 35 marks, 20 minutes. റീസണിംഗ് ആണെങ്കിലും 35 questions, 35 marks, 20 minutes. ഇംഗ്ലീഷിന് 30 questions, 30 marks and 20 minutes. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഓരോന്നിനും എന്തിനാ ഈ 20 minutes പറഞ്ഞത്? സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അതായത് സാധാരണ നമ്മൾ ഡിഗ്രിക്കൊക്കെ എക്സാം എഴുതുമ്പോൾ നമുക്ക് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ. അത്രയും ടൈമിൽ നമുക്ക് ആ 100 ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അല്ലെങ്കിൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഒരു CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മുടെ സിസ്റ്റത്തിൽ ആദ്യത്തെ 20 മിനിറ്റ് ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ആദ്യത്തെ 20 മിനിറ്റ് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റൂ. അതിന് മിസ് ഇപ്പൊ ഇവർക്ക് തോന്നും നിങ്ങൾ 15 മിനിറ്റിൽ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെയുള്ള 5 മിനിറ്റ് നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ആ 5 മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുക, എന്നിട്ടാണ് നിങ്ങൾക്ക് അടുത്ത സെഷനിൽ പോകാൻ പറ്റുക. നേരത്തെയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞതുപോലെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ നന്നായിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് ടൈം കണ്ടെത്താമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല. എല്ലാത്തിനും 20 മിനിറ്റ് ആണ് പ്രിലിംസിന്റെ ടൈം. ഇപ്പൊ നമ്മൾ പറഞ്ഞു മിസ് സെക്ഷണൽ ടൈമിംഗ് ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. SBIയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. അതായത് ചിലർ ഇംഗ്ലീഷിൽ സ്ട്രോങ് ആയിരിക്കും, ചിലർ റീസണിംഗിൽ സ്ട്രോങ് ആയിരിക്കും, ചിലർ ക്വാണ്ടിൽ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീക്ക് ഏരിയാസിൽ കുറച്ച് മാർക്ക് മേടിച്ചാലും SBIക്ക് പ്രശ്നമില്ല. കാരണം ഇംഗ്ലീഷിന് മിനിമം ഇത്ര മാർക്ക് വേണം, ക്വാണ്ടിന് മിനിമം ഇത്ര മാർക്ക് വേണം, റീസണിങ്ങിന് മിനിമം ഇത്ര മാർക്ക് വേണമെന്നില്ല. അപ്പൊ ആ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശരിക്കും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കണം എന്നാണ്. പ്രിലിംസിൽ ശരിക്കും കട്ട് ഓഫിന് മുകളിൽ പോയാൽ മതി. പിന്നെ ഒരു കാര്യം, അതായത് പ്രിലിംസിന്റെ മാർക്ക് എന്ന് പറയുന്നത് ക്വാളിഫൈങ് നേച്ചർ ആണ്. പക്ഷേ നമ്മുടെ മെയിൻസിന്റെ മാർക്ക് മാത്രമായിരിക്കും ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് എടുക്കുക. അല്ലാതെ പ്രിലിംസിന്റെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, ഫൈനൽ സെലക്ഷന് കൗണ്ട് ചെയ്യില്ല. അപ്പൊ നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞു. ഇനി അപ്പൊ മെയിൻസിലേക്ക് കടക്കാം. അപ്പൊ മെയിൻസിൽ എന്താ വ്യത്യാസം? നമുക്ക് എക്സ്ട്രാ ഒരാൾ കൂടെ വരുന്നുണ്ട്. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുന്ന നമ്മുടെ മിസ്സിന്റെ സ്വന്തം കറണ്ട് അഫയേഴ്സ്. അപ്പൊ നമ്മുടെ സ്വന്തം കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും 4 സബ്ജക്റ്റ് ആവും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ എക്സാമിന് മിസ് പറഞ്ഞോളൂ ഇനി ക്വാണ്ടിറ്റി റീസണിംഗിന്റെയും കാര്യം. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 questions 50 മാർക്ക് 45 മിനിറ്റ്സ് ആയിരിക്കും ടൈം വരിക. റീസണിങ്ങിനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 50 questions 60 മാർക്കും ആണ്. അതിന്റെ ടൈം 45 മിനിറ്റ്സ് തന്നെ ആയിരിക്കും. നമ്മുടെ പേര് വരെ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. പക്ഷെ കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. നമുക്ക് ഫുള്ളി റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ചോദിക്കാം. ഇനിയിപ്പോ
ഇംഗ്ലീഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ്. നമ്മുടെ കറണ്ട് അഫെയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 35 മിനിറ്റ്. ഇതാണ് ടൈം വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 190 ക്വസ്റ്റ്യൻ ടോട്ടൽ 200 മാർക്കിലാണ്. 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ടോട്ടൽ ടൈം കിട്ടുക. അതായത് ഇത്രയുമാണ് നമ്മുടെ മെയിൻസിന്. പ്രിലിംസ് 100 മാർക്കിലാണെങ്കിൽ ഇവിടെ മെയിൻസിലേക്ക് വരുമ്പോൾ 200 മാർക്ക്. അപ്പൊ നിങ്ങൾക്ക് നമ്മളൊരു കാര്യം പറയാൻ വിട്ടു, നെഗറ്റീവ് മാർക്കിന്റെ കാര്യം. പ്രിലിംസ് ആണെങ്കിലും പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ആണ് നെഗറ്റീവ് മാർക്ക്. അതായത് 4 എണ്ണം തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. അതാണ് നമ്മുടെ നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ പ്രിലിംസ് എക്സാമിന് പോകുമ്പോൾ മിസ്സേ നമ്മൾ എക്സാമിന്റെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷേ എക്സാമിന് ക്യാരി ചെയ്യേണ്ട സാധനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അതെ, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഹോൾ ടിക്കറ്റ് വരും. നമ്മുടെ എക്സാമിന് ഒരു 10 ദിവസം മുന്നേ ആയിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുക. അപ്പോൾ അഡ്മിറ്റ് കാർഡിന്റെ കോപ്പി എടുക്കണം. കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ നമ്മളൊരു ഫോട്ടോ പേസ്റ്റ് ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ഫോട്ടോയാണോ അപ്ലോഡ് ചെയ്തത് അത് തന്നെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. അത് കൂടാതെ എക്സ്ട്രാ 2 ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ കരുതണം. ഇപ്പൊ നിങ്ങൾ 2 മാത്രം ആക്കണ്ട, കുറച്ചൊരു നിങ്ങളുടെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സെയിം ഫോട്ടോയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു 7-8 ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ, കയ്യിൽ എടുത്ത് വെക്കുക. നമ്മുടെ നോട്ടിഫിക്കേഷനകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഫോട്ടോ എക്സ്ട്രാ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളെ എക്സാം എഴുതാൻ അനുവദിക്കത്തില്ല. അത് ശ്രദ്ധിച്ചോളുക. ഇനിയും ഇത് കൂടാതെ നമ്മുടെ ID കാർഡ്, അത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് ഐഡിയോ അല്ലെങ്കിൽ പാൻ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പിയോ ഫോട്ടോ ഐഡി എന്തെങ്കിലും ക്യാരി ചെയ്യാം. അത് ഒറിജിനലും വേണം, അതേപോലെ തന്നെ അതിന്റെ ഫോട്ടോ കോപ്പിയും വേണം. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളാണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ID കൊണ്ടുപോകുക. അതെ, ഇപ്പൊ ആധാർ കാർഡ് ഒക്കെ ആണെങ്കിൽ പണ്ട് സ്കൂളിലൊന്നും എടുത്ത് ആധാർ കാർഡ് എടുത്ത് പോകാൻ നിൽക്കേണ്ട. നമ്മുടെ മാക്സിമം നമ്മൾ സിമിലർ ആയിട്ടുള്ള ID കാർഡുകൾ ക്യാരി ചെയ്യുക. പിന്നെ നമ്മൾ കൊടുത്ത പേരൊക്കെ സെയിം ആയിട്ടുള്ളതായിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരത് എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതേ സെയിം പേരുള്ളത് തന്നെയാണോ കൊണ്ടുവരുന്നത് എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. സോ മാക്സിമം നിങ്ങൾ സെയിം ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ID കാർഡിന്റെ ഒറിജിനൽ അതേപോലെ തന്നെ അതിന്റെ ഫോട്ടോ കോപ്പി കൊണ്ടുപോകണം. പിന്നെ എക്സ്ട്രാ നമ്മൾ പറഞ്ഞല്ലോ ഫോട്ടോ എക്സ്ട്രാ, അതിൽ ഫോട്ടോ ഒട്ടിക്കുകയും വേണം, എക്സ്ട്രാ 2 ഫോട്ടോ എടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നമുക്ക് എഴുതാനുള്ള വർക്ക്ഷീറ്റ് പേപ്പർ ഒക്കെ അവിടെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം മിസ്സേ, നമുക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്, പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് അവിടെ ഇവിടെയൊക്കെ പറത്തി കളഞ്ഞേച്ച് വരും. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തായാലും ഹോൾ ടിക്കറ്റ് നിങ്ങൾ എടുത്ത് വെക്കുക. പ്രിലിംസ് കഴിയുമ്പോൾ ഹോൾ ടിക്കറ്റ് മര്യാദയ്ക്ക് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് മെയിൻസ് എക്സാം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹോൾ ടിക്കറ്റ് കൂടി ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അതായത് മെയിൻസിന്റെ അഡ്മിറ്റ് കാർഡിന്റെ കൂടെ നമ്മൾ പ്രിലിംസിന് എഴുതിയ അഡ്മിറ്റ് കാർഡ് കൂടെ കൊണ്ടുപോകണം. അതേപോലെ ആ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഇൻവിജിലേറ്ററിന്റെ സൈൻ ഒക്കെ ഉള്ള അതേ അഡ്മിറ്റ് കാർഡ് ആയിരിക്കണം. വേറൊരെണ്ണം നേരത്തെ പ്രിന്റ് എടുത്ത് കൊണ്ടുപോകാം എന്ന് കരുതേണ്ട കാര്യമില്ല. അതേപോലെ ID കോപ്പിയും നമ്മൾ വെരിഫൈ ചെയ്ത ID കോപ്പിയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയാണ് മേജർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മിസ്സേ, നമുക്ക് ഈ SBI അപ്രന്റീഷിപ്പ് ചെയ്ത എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മുടെ ഈ ഒരു എക്സാമിന് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? SBI അപ്രന്റീഷിപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസ് മാർക്ക് ഉണ്ട്. അതായത് നമ്മുടെ മാക്സിമം മാർക്കിന്റെ 2.5% മാർക്ക് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ 200ന്റെ 2.5% എന്ന് പറയുമ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. 5 മാർക്ക് എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. അപ്പൊ മിസ്സേ, ഇവരെ ഏത് ഡേറ്റിനുള്ളിൽ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം? അതായത് 30/11, ഞാൻ പറഞ്ഞല്ലോ 1 വർഷം കംപ്ലീറ്റ് ആവണം. അപ്പൊ 30/11/2024 ആകുമ്പോഴത്തേക്കും 1 വർഷം അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഈ 5 മാർക്ക് ബോണസ് ലഭിക്കുന്നത്. അപ്പൊ മിസ്സേ, നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, എക്സാം പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, അപ്ലിക്കേഷൻ ഫീസ് അല്ലേ. അപ്പൊ നമ്മുടെ OBC കാറ്റഗറി ആണെങ്കിലും ജനറൽ കാറ്റഗറി ആണെങ്കിലും നമ്മുടെ ഫീ വരിക 750 rupees ആണ്. പക്ഷെ നമ്മുടെ SC ST അല്ലെങ്കിൽ PWD കാറ്റഗറിക്കൊന്നും നമുക്ക് ഫീസ് ഇല്ല. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ തോന്നും 750 ഒരു വലിയ പൈസയാണല്ലോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് എല്ലാവരും ബാങ്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനുള്ള കാരണവും എന്താണ്, ബാങ്ക് എക്സാമിന് അല്ലെങ്കിൽ ഒരു ബാങ്കറായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറിയാണ്. അതാണ് നമ്മളുടെ ഒരു സാലറി ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ മുംബൈ പോലെ ഒരു സർക്കിളിലൊക്കെയാണ് നമ്മുടെ ജോയിനിങ് എങ്കിൽ നമുക്കൊരു 46K ഇൻഹാൻസ് സാലറി നമുക്ക് കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും നമുക്ക് ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ബിറ്റ്വീൻ ഒരു 40 to 45 നമുക്കൊരു സ്റ്റാർട്ടിംഗ് സാലറി എന്തായാലും കിട്ടും. അതിനുശേഷം ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും. അത് കൂടാതെ നമുക്ക് ഉറപ്പായിട്ടും SBIയിൽ കിട്ടുന്ന അലവൻസസും കാര്യങ്ങളും പെർക്സും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ മിസ്സേ.
അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 40 to 45 അല്ലെങ്കിൽ 46K സാലറി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ മിസ് SBI ക്ലർക്കുമായിട്ട് നമുക്ക് ടെലിഗ്രാമിൽ വന്നതും നമ്മുടെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ റിപ്ലൈ എല്ലാം തന്നെ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ഡൗട്ട്സുകൾ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയിപ്പം എല്ലാവർക്കും തോന്നും അല്ലേ, കുറെ വേക്കൻസി ഒക്കെ കുറെ ഉണ്ട്, പക്ഷെ ഞാൻ ബിഗിനർ ആണ്, ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്യണോ എന്ന് ചോദിക്കുന്നവരുടെ മിസ്സിന് എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണമെന്ന് തന്നെയാണ് മിസ്സേ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു എഫേർട്ട് ഇടുകയാണ്, നമുക്കൊരു 1.5 മാസം കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നമ്മൾ ജനുവരി നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടും, പിന്നെ ഫെബ്രുവരിയിലായിരിക്കും നമുക്ക് എക്സാം വരിക, ഫെബ്രുവരി ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കൂട്ടിക്കും. ഈ 2 മാസം നിങ്ങൾ ഇടുന്ന ഒരു എഫേർട്ട് 2025 എന്ന് പറയുന്ന വർഷത്തിൽ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ എക്സാംസിനും ഹെൽപ്ഫുൾ അല്ലേ. അപ്പൊ നമ്മുടെ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വരാനുള്ള എല്ലാ എക്സാംസിന്റെയും സിലബസ് എന്താണ്, സെയിം ആണ്. ഇനി നമ്മൾ ജനുവരി ഒരു പകുതി ആകുമ്പോഴത്തേക്കിന് നമ്മൾ IBPSന്റെ കാലണ്ടർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഇനി വരിവരിയായി RRB എക്സാം ഉണ്ട്, IBPS എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇടുന്ന എഫേർട്ട് നിങ്ങളെ അവിടെ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. ഇനിയിപ്പോ എനിക്കൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പൊ SBI ക്ലർക്കിന് ഇതിന് മുന്നേ പണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തവരായിരിക്കും. ഇവർക്ക് വീണ്ടും എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് SBI ക്ലർക്ക് സക്സസ് മന്ത്ര എന്നൊരു ബാച്ച് ഉണ്ട്. ബാച്ചിൽ ഓൾറെഡി ക്ലാസ്സുകൾ റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ കൂടെ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സ്വപ്നം നേടിയെടുക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കണം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഈ സ്വപ്ന ജോലി നമ്മൾ നേടിയെടുക്കണം. അപ്പൊ ഒരുമിച്ച് പഠിച്ച് നമുക്ക് ഒരുമിച്ച് നേടണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.